വർക്ക് ചെയ്യുന്ന ആളുകൾ മിറർലെസ് DSLR ക്യാമറകളിലൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ബാറ്ററി കൺസംഷൻ എന്ന് പറയുന്നത്. അതായത് പുതിയ 4K റെസൊല്യൂഷനാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ആണെങ്കിലും അൺലിമിറ്റഡ് ഫോട്ടോഗ്രാഫി, ഹൈ റെസൊല്യൂഷൻ ഫോട്ടോഗ്രാഫിയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. ബാറ്ററി മിക്കവാറും 1 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ തീരും. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഞാൻ ഒരു 6-7 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് പാനസോണിക്കിൻ്റെ ലുമിക്സ് Mark II X എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ യുഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പവർ ബാങ്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ ടെക്നോളജി എന്തെന്ന് പറയുന്നത് നമ്മൾ ബാറ്ററിക്ക് പകരമായിട്ട് നമ്മൾ പവർ ബാങ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം നമുക്ക് ബാറ്ററിയുടെ കൺസംപ്ഷൻ പിടിച്ചു നിർത്താൻ പറ്റും. ഞാൻ പൊതുവെ 10 മണിക്കൂർ ഈ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലൈവ് സ്ട്രീമിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഇവൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രശ്നവും എനിക്ക് നേരിടാറില്ല. ഞാനത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താം. എൻ്റെ ക്യാമറയുടെ പുറകിൽ കാണാൻ നമ്മൾ സാധാരണ ബാറ്ററി റിമൂവ് ചെയ്യുന്നൊരു ഏരിയയാണ്. ഇതാണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ബാറ്ററി. ഈ ബാറ്ററിയൊക്കെ വളരെ ഈ 4K റെസൊല്യൂഷൻ വരുന്നതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ബാറ്ററി തീരും. അത് കോമൺ ആയിട്ട് എല്ലാ ക്യാമറകളിലും, ഇപ്പോൾ കാനോൺ ആണെങ്കിലും സോണി ആണെങ്കിലും അതുപോലെ മേജർ മാർക്കറ്റിലുള്ള എല്ലാ ക്യാമറകളിലും പ്രശ്നം അതാണ്. ഹൈ റെസൊല്യൂഷൻ വന്നപ്പോൾ ടെക്നോളജി അപ്ഡേറ്റ് ആയിട്ട് ബാറ്ററി പ്രശ്നം. അപ്പോൾ അതിന് ഇതൊരു അഡാപ്റ്ററാണ്. ഇത് B&Hൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. പാനസോണിക്ക് തന്നെ കമ്പനിയുടെ തന്നെ ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്റർ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്ത് അവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ക്യാമറയിൽ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ C-പോർട്ടാണ് കേട്ടോ. ഈ ബാറ്ററി ഇടുന്ന സ്ഥലത്തിന് ഇവിടെ ഒരു സ്പേസ് കമ്പനി തന്നെ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ ക്യാമറകളിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇത് ലോക്കായതിനു ശേഷം ഈ ബാറ്ററി എടുക്കുക. ബാറ്ററിയിലേക്ക് ഈ ബാറ്ററി ഇങ്ങനെ നമുക്ക് DSLR ക്യാമറകളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബാറ്ററി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ട്രൈപോഡിൽ ഉപയോഗിക്കാം. ട്രൈപോഡിൽ നമുക്കിത് ബാറ്ററീനെ സിങ്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ക്യാമറയുടെ മുകളിൽ തന്നെ ഈ സാധനം നമുക്ക് ഇൻസേർട്ട് ചെയ്ത് സൈഡിൽ വെക്കാവുന്നതാണ്. നമ്മൾ ഫിലിം ക്യാമറയിലൊക്കെ പൊതുവെ കാണുന്നതാണ്, ബാറ്ററി വെച്ചിട്ടാണ് അഡാപ്റ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മിറർലെസ് ക്യാമറയിൽ ഇതിൻ്റെ അഡാപ്റ്റർ കിട്ടും. അഡാപ്റ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ക്യാമറയുടെ വോൾട്ടും ഇതിൻ്റെ പവർ വോൾട്ടും തമ്മിൽ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പവർ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് യുഗ്രീൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ പവർ ബാങ്കാണ്. ഇതിൻ്റെ വോൾട്ട് 100 വോൾട്ടാണ്. 20,000 mAh ബാറ്ററി. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോ ക്യാമറയ്ക്കും അവരുടെ പ്രോഡക്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ മറ്റ് ക്യാമറ സോണി ആണെങ്കിലും കാനോൺ ആണെങ്കിലും അതിനൊക്കെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ കൂടുതലേക്ക് സെർച്ച് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന് എത്ര വോൾട്ടാണ്, അതിന് ഏതൊക്കെ ബാറ്ററിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതിന് ഏതൊക്കെ അഡാപ്റ്ററാണ് ഉള്ളതെന്ന് നോക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ഈ ലുമിക്സ് പാനസോണിക്കിൻ്റെ ഓൾറെഡി ഇൻബിൽറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്കതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്യാമറയിൽ ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാറ്ററി പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. പിന്നെ ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എല്ലാം B&H എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. യുഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ പൊതുവെ പവർ ബാങ്കിൻ്റെ മേഖലയിൽ നിൽക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. 3 ഔട്ട്പുട്ട് ഉണ്ട്. ഒരു C-പോർട്ടും ഉണ്ട്, 2 C-പോർട്ടും ഉണ്ട്, ഒരു USB പോർട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ DSLR ക്യാമറ ഏതാണ് ഉപയോഗിക്കണമെന്ന് നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽ സോഷ്യൽ മീഡിയകളിലോ സൈറ്റിൽ നിന്നോ ഒക്കെ നോക്കിയിട്ട് ആ രീതിക്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക് യു.